ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, നമ്മുടെ അയൽ രാജ്യമായ ചൈനയിൽ ഒരു നദിയുണ്ട്, ഒരു വലിയൊരു നദി. അതിന്റെ പേര് യാങ്സി എന്നാണ്. ഈ നദി വളരെ ദൂരം, കിലോമീറ്ററുകളോളം ഒഴുകുന്ന ഒരു നദിയാണ്. അങ്ങനെ ഈ നദി പല കൈവഴികളായിട്ട് പിരിഞ്ഞാണ് ഒഴുകുക. വർഷങ്ങൾക്ക് മുമ്പ് ഈ നദിയിൽ നിന്ന് പിരിഞ്ഞൊഴുകുന്ന ഒരു കൈവഴിയില് വലിയൊരു ഡാം കെട്ടാനായിട്ട് അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കൈവഴിയായി നദിയെ വേറൊരു വഴിയിലൂടെ വിട്ടുകഴിഞ്ഞാൽ കുറെ സാമ്പത്തിക ലാഭം കിട്ടും. കാരണം കൂടുതൽ ഇൻഡസ്ട്രികളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. അങ്ങനെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വലിയൊരു ഡാം നിർമ്മിച്ചു. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ കൈവഴി ഒഴുകിയിരുന്നത് ചൈനയിലെ വളരെ പാവപ്പെട്ട ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലൂടെ ആയിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമം. അവർ പരിപൂർണമായിട്ടും ആശ്രയിച്ചിരുന്നത് ഈ നദിയെ ആയിരുന്നു. അതിന് തീരത്തായിട്ട് അവർ കൃഷി ചെയ്തിരുന്നു. കുറെ ആളുകൾ മീൻപിടുത്തക്കാര്, മത്സ്യബന്ധനമൊക്കെ നടത്തിയിരുന്നു. പിന്നെ ഈ നദിയിലൂടെ ഒഴുകി വരുന്ന ചെറിയ ചെറിയ കല്ലുകളും മുത്തുകളൊക്കെ ശേഖരിച്ചവര് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കും. ആന്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ ഉണ്ടാക്കുമായിരുന്നു. അതായിരുന്നു അവരുടെ വരുമാന മാർഗം. പക്ഷെ ഈ നദിയെ കുറുകയായിട്ട് ഒരു അണക്കെട്ട് നിർമ്മിച്ച് ഈ നദിയിലെ വെള്ളത്തെ തടഞ്ഞു നിർത്തിയതോടുകൂടി ആ പ്രദേശത്തേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. കാരണം വേറൊരു വഴിയിലൂടെ ഈ നദി ഒഴുകാൻ തുടങ്ങി. അതോടുകൂടി ഈ ഗ്രാമത്തിലുള്ള ആയിരക്കണക്കിന് ആളുകൾ നിരാശരായി. അവരുടെ കൃഷിയൊക്കെ നശിച്ചു. അതോടൊപ്പം തന്നെ അവർക്ക് വെള്ളമില്ലാതെയായി, വളരെ ക്ഷാമമായി. അവരുടെ മത്സ്യബന്ധന ജോലികളൊക്കെ അവർ ഉപേക്ഷിക്കേണ്ടി വന്നു. പതുക്കെ പതുക്കെ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ആ ഗ്രാമം ഉപേക്ഷിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. അവരുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ വളരെ ദുരിതത്തിലായിരുന്നു വേണമെങ്കിൽ പറയാം. പ്രിയപ്പെട്ട എന്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഇതിന് സമാനമായ ഒരു കാര്യമാണ്. ദൈവം ആരാണ്? നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. ഈശോ പറയുന്നുണ്ട്, സ്നേഹത്തിന്റെ നിത്യജീവന്റെ നീർച്ചാലുകളാണ്. അല്ലെങ്കിൽ സുഭാഷിതത്തിലും സങ്കീർത്തനത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഒരു സാഗരമാണ്, സ്നേഹത്തിന്റെ അരുവിയാണ്, സ്നേഹത്തിന്റെ നീർച്ചാലാണെന്നൊക്കെ പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ നീർച്ചാല്, അരുവി പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങിയിരുന്നേ. പക്ഷേ ചില ഫരിസേയരും നിയമജ്ഞരും പുരോഹിത പ്രമുഖരും ഒക്കെ ആ സ്നേഹത്തിന്റെ ആ നദിയെ കെട്ടി നിർത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ചില സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് അവരതിനെ തിരിച്ചു വിട്ടു. അനാവശ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പണമൊക്കെ വാങ്ങിച്ച് അവര് ആ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തെ ദുരിതപൂർണമാക്കുകയാണ്. ഇതിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വിമർശിക്കുന്നത്. കാരണം എല്ലാവരിലേക്കും ഒഴുകുന്ന സ്നേഹത്തിന്റെ നദി, കാരുണ്യത്തിന്റെ നീരുറവയായ ദൈവത്തെ ഇവരിങ്ങനെ തടഞ്ഞു നിർത്തി ഇവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് കണ്ടപ്പോഴാണ് ഈശോ അവരെ കുറ്റപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം ഒഴുകി ഇറങ്ങുകയാണ് നമ്മിലേക്ക്. നമ്മൾ ഈ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കേണ്ടവനാണ്. അതുകൊണ്ടാണല്ലോ ഈശോ വചനത്തിൽ പറഞ്ഞത്, ഞാൻ ബലിയല്ല കരുണയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആ ജനങ്ങളോട് കാരുണ്യം കാണിക്കുക, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ഈശോ ആ നിയമജ്ഞരോടും ഫരിസേയരോടൊക്കെ പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ മുഖമുദ്ര കാരുണ്യമായിരിക്കണം. കാരുണ്യം കാണിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കണ്ടിട്ടുള്ളവരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ പറ്റുക. കാരുണ്യം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കാരുണ്യമായിട്ട് മാറുമ്പോഴാണ് അവരും ദൈവത്തെ കാണുന്നത്. ഒരു കുഞ്ഞനുഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്കമാലി അടുത്തുള്ള മറ്റൊരു പള്ളിയിൽ സേവനം ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ അച്ഛനായിട്ടില്ല, ബ്രദറാണ്. അപ്പൊ അന്ന് എൻ്റെ വികാരിയായിട്ട് അവിടെ ഉള്ളത് വളരെ വിശുദ്ധനായ ഒരു അച്ഛനാണ്, നമ്മുടെ അതിരൂപതയിലെ ജോബ് കേളമ്പറമ്പിൽ എന്ന് പറയും. അച്ഛൻ മരിച്ചുപോയി. ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ആയി കഴിഞ്ഞ സമയത്ത് അച്ഛൻ പള്ളിമുറ്റത്തൂടെ നടക്കുകയാണ്. അപ്പൊ ഒരു പ്രായമായ ഒരു അമ്മ, ഒരു 10-70 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ്, ഈ മീൻ വിൽക്കാനായിട്ട് വന്നു. അപ്പം അച്ഛൻ മീൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞു.
അതൊരു ഡിസംബർ മാസമാണ്. അപ്പൊ മീൻ കൊട്ടയൊക്കെ അവിടെ വെച്ചു. ഈ നമ്മൾ മത്തി ചാളയാണ് അമ്മച്ചിയുടെ കയ്യിൽ ആകെയുള്ളൂ. ഏകദേശം 2 കിലോത്തോളം വരും. അച്ഛൻ പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെ മീൻ കഴിക്കാറില്ലല്ലോ, ഇപ്പൊ നോമ്പാണ്, അച്ഛൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വാങ്ങിക്കാമോ എന്ന് ചോദിച്ചു. അച്ഛൻ ഈ അമ്മച്ചിയോടുള്ള കാരുണ്യം കൊണ്ട് എന്തോരം മീനുണ്ടെന്ന് ചോദിച്ചു. 2 കിലോത്തോളം മീൻ, അത് തന്നേക്കെന്ന് പറയാണ്. അപ്പൊ ഞാൻ അടുത്ത് വന്ന് നോക്കി. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ മീനൊക്കെ വയറൊക്കെ പൊട്ടി, അത്ര ഗുണമില്ല. രാവിലെ തുടങ്ങി കൊണ്ടു നടക്കുന്ന മീനാണ്, വാങ്ങിച്ചിട്ട് വലിയ കാര്യമില്ല. പിന്നെ നോമ്പുമാണല്ലോ. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇത് ചീത്ത മീനാണ്, അത് കുഴപ്പമില്ല വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഈ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഈ മീൻ വാങ്ങിച്ചു. 1 കിലോയ്ക്ക് അന്ന് 50 രൂപ വിലയില്ല, 50 രൂപയിൽ താഴെയാണ് വില. ഈ അമ്മച്ചിയുടെ കയ്യിലുള്ള 2 കിലോത്തോളം വരുന്ന മീൻ വാങ്ങിച്ചു. അതിനുശേഷം അച്ഛൻ ഒരു 2000 രൂപ ഈ അമ്മച്ചിക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അമ്മച്ചി ഭയങ്കര സന്തോഷമായി. ഈ മീൻ വാങ്ങിച്ചു. അടുക്കളയിലുള്ള മേരി ചേച്ചി അവിടെ ഉണ്ട്. ചേച്ചി പറഞ്ഞു, അച്ഛൻ ഈ മീനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് മുഴുവൻ ചീഞ്ഞതാണ്. എന്നിട്ട് വികാരിച്ചിന് അന്ന് അത് കൊണ്ടുപോയി കളഞ്ഞേക്ക്, അവിടെ കുറച്ച് ജാതിത്തോട്ടം ഉണ്ട്, ആ ജാതിയിൽ കുഴി കുത്തി മൂടിക്കോളാൻ പറഞ്ഞു. ഞാനാണ് അത് കൊണ്ടുപോയി കുഴി കുത്തി മൂടിയത്. ഞാനന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഈ അച്ഛൻ എന്ത് പരിപാടി കാണിച്ചേ, ആ മീൻ വെറുതെ വാങ്ങിച്ച്, കൊള്ളൂലാത്ത മീനാണ്, വാങ്ങിക്കണ വല്ല ആവശ്യമുണ്ടോ? ഞാൻ ചേച്ചിയെ സഹായിക്കാനാണ്, ഞാൻ കാശ് കൊടുത്ത് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. ഞാനിപ്പോൾ അത് ജോബച്ചനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മളത് വാങ്ങിച്ചില്ലെങ്കിൽ ആ ചേച്ചി വീണ്ടും അതുകൊണ്ട് നടക്കും, അതാരും വാങ്ങിക്കാനും പോകുന്നില്ല, വാങ്ങിക്കുന്നവരാണെങ്കിൽ അത് കുറ്റമേ പറയത്തുള്ളൂ. പാവം, അതിൻ്റെ അത് മീൻ വാങ്ങിച്ച് ഇച്ചിരി പൈസയും കൊടുത്ത് അമ്മച്ചി സന്തോഷമായിട്ട് പോട്ടെ, അതാണല്ലോ വലിയ കാര്യം. പ്രിയപ്പെട്ടവരെ, എനിക്കത് വളരെ സന്തോഷവും അത്ഭുതവും മാതൃകയായിട്ടൊക്കെ തോന്നിയൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ഈ കാരുണ്യത്തിൻ്റെ ഉദാത്തമായ മാതൃകയിലാണ് ചിലപ്പോൾ മറ്റുള്ളവർ ദൈവത്തെ കാണുക. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാരുണ്യം കാണിക്കുന്നവരാകണമെങ്കിൽ നമ്മളും ദൈവത്തെ കണ്ടിട്ടുണ്ടാകണം, ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ടാകണം. വളരെ നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവരിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഒരു സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ നദിയാകാനായിട്ട് നമുക്ക് സാധിക്കണം. ആരുടെ ജീവിതത്തിലും ദൈവത്തെ മറച്ചു പിടിക്കുന്ന കാർക്കശ്യത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ അണക്കെട്ടുകളാകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.